മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് 2 വകുപ്പുകളാണ്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ അറസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്താണ്? പൂജ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് മെമ്മോയുടെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങൾ പ്രകാരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. 376, 506 IPC പ്രകാരമുള്ള 2 വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് 376 ബലാത്സംഗ കുറ്റമാണ്. 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത്. 506 എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ്. അത് ആ 2 വകുപ്പുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ഈ എഫ്ഐആറിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് വിശദീകരണം കൂടി ഈ അറസ്റ്റ് മെമ്മോയിൽ നൽകുന്നുണ്ട്. നിലവിൽ കേരള നിയമസഭയിലെ അംഗമായ പ്രതി അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിജീവിതയെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ അറസ്റ്റ് മെമ്മോയിൽ പറയുന്നത്. അതായത് അതിജീവിതയെ നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ല എന്നുള്ള വാദം അറസ്റ്റിന് കാരണമായി പറയുന്നുണ്ട്. പ്രതിയുടെ കൈവശത്തിലും ഉപയോഗത്തിലും ഇരുന്നിരുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടതിനാൽ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രതി സമാനമായ 2 ലൈംഗിക പീഡന കേസുകളിൽ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൈം നമ്പറുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒളിവിൽ പോകുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നേമം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അങ്ങനെ ഒളിവിൽ പോയി എന്ന കാര്യം കൂടി ഈ അറസ്റ്റ് മെമ്മോയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെയുള്ള കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് ഈ കേസിൽ വിനയായി മാറിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ആ കേസിൽ 10 ദിവസത്തിൽ കൂടുതൽ ഒളിവിൽ കഴിഞ്ഞു എന്നാണ് ഈ അറസ്റ്റ് മെമ്മോയിൽ പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിജീവിതയ്ക്കെതിരെ സൈബർ അറ്റാക്കിന് സാധ്യതയുള്ളതിനാലും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം മുൻ കേസുകളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളും പരാതികളുമാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതി ഹാബിച്വൽ ഒഫൻഡറാണ്. അതായത് കുറ്റകൃത്യങ്ങൾ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ആളാണ് എന്ന് അറസ്റ്റ് മെമ്മോയിൽ പോലീസ് വിശദീകരിച്ചിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന് പോലീസ് പറയുന്നു. അതിജീവിതയുടെ ജീവന് ഭീഷണിയുള്ളതിനാലും ഈ പ്രതിയുടെ അറസ്റ്റ് അനിവാര്യമാണ് എന്നാണ് അറസ്റ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള ആളാണ്. നേരത്തെ നേമം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 10 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ആളാണ്. ഹാബിച്വൽ ഒഫൻഡറാണ്. ഈ സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പ്രതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ കഴിഞ്ഞ കേസുകളിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ കേസിലും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അവരുടെ മാനസിക സമ്മർദ്ദത്തിലാകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ കൂടുതൽ മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാൻ പ്രതി ശ്രമിക്കും. അപ്പോൾ അതിനൊപ്പം തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു എന്ന കാര്യവും ഈ അറസ്റ്റ് മെമ്മോയിൽ പറയുന്നുണ്ട്. ഗുരുതരമായ ആരോപണങ്ങളാണ് അറസ്റ്റ് മെമ്മോയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം ലഭിക്കരുത് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ട് തന്നെയാകും കോടതിയിൽ പോലീസ് സബ്മിറ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അനന്തകൃഷ്ണൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറസ്റ്റ് മെമ്മോയുടെ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിനയായി മാറുന്നത്. അത് IPC 376, 506 ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ്. അങ്ങനെ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്. ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മുൻപ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്ന ആളാണ് തുടങ്ങിയ ഗുരുതരമായ പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ അറസ്റ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പോലീസ്. അതിന്റെ വിശദാംശങ്ങളാണ് മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. ഉടൻ തന്നെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുന്നതായിരിക്കും. നടപടിക്രമങ്ങൾ പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. ജയിലിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൊട്ടാരക്കരയിലേക്കായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കായിരിക്കും. എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും, അതായത് മുൻപുള്ള 2 കേസുകളിൽ കേരള പോലീസിന് എവിടെയാണോ പിഴവുകൾ സംഭവിച്ചത് അത് ഈ 3ാമത്തെ പരാതിയിൽ ഉണ്ടാകരുത്, ഇന്ന കാര്യങ്ങൾ പ്രതി ചെയ്യാൻ സാധ്യതയുണ്ട്, എല്ലാം തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ആ പഴുതുകളെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആവശ്യമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പോലീസ്. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ?
മജിസ്ട്രേറ്റിന് മുന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ കൂടി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ മജിസ്ട്രേറ്റിന് മുന്നിൽ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകർ ജാമ്യാപേക്ഷ കൂടി ഇന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് അതിലൊരു തീരുമാനം കോടതി പറയും. അതിനുശേഷമാകും രാഹുലിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം പറയുക. ഒരു പക്ഷേ സാധാരണഗതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ, ഇതിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായതുകൊണ്ടും ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് അല്ല കേസ് പരിഗണിക്കുന്നത് എന്നതുകൊണ്ടും ഒരുപക്ഷെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ, ഇനിയിപ്പോൾ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം കോടതി സമയം വിട്ട് കൊടുക്കും, ആ സമയത്തോ ആകും ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യത. ഇന്നിപ്പോൾ രാഹുലിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കൊട്ടാരക്കര കോടതിയിലേക്കോ കൊട്ടാരക്കര ജയിലിലേക്കോ അതല്ലെങ്കിൽ മാവേലിക്കര ജയിലും പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ജയിലിലേക്ക് ഏതെങ്കിലും റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. ഒരു പക്ഷേ ഇന്ന് അഭിഭാഷകർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് വാദങ്ങൾ പറയാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, വൈദ്യപരിശോധനയും പൂർത്തിയാക്കിയിട്ടില്ല, 164 രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ധൃതി പിടിച്ചുള്ള കേസാണ് എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുക. അപ്പോൾ കഴിഞ്ഞ രണ്ടാമത്തെ കേസ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിലും സമാനമായൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താതെയും ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കാതെയുമാണ് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തു. മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ നടക്കുന്ന നടപടിക്രമങ്ങളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും മുഖവിലക്കെടുക്കുക? അത് രാഹുലിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഈ അവധി ദിവസങ്ങളിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലൊക്കെ ഹാജരാക്കുമ്പോൾ അത്തരം വാദപ്രതിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കൂടുതൽ വിശദമായ വാദം കേൾക്കലിലേക്ക് കോടതി പോകാറില്ല. കോടതി അതിനൊരു സമയം പറഞ്ഞ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം വർക്കിംഗ് ഡേയിൽ കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ വാദം കേൾക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആകും സാധാരണ എത്തുക. അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക. പക്ഷേ രാഹുലിൻ്റെ അഭിഭാഷകർ എങ്ങനെയാണ് അത് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അത് അവരുടെ അഭിഭാഷകരുടെ രീതിയിൽ അനുസരിച്ചിരിക്കും. അവർ കൂടുതൽ പ്രഷർ ചെലുത്തി ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കണം, ഒരു ദിവസം പോലും ഞങ്ങളുടെ കക്ഷിയെ ജയിലിലിടാൻ പറ്റില്ല, അത്തരം സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കോടതി എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അക്കാര്യങ്ങളിലൊക്കെ കോടതിയാണ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റാണ് അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഈ ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ടാണ് അവർ ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഏതായാലും പക്ഷേ അറസ്റ്റ് മെമ്മോ വെച്ചിട്ടാണെങ്കിൽ ശക്തമായ വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കും. കാരണം ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. കാരണം ഇയാൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു. അത് അതിജീവിതയുടെ മൊഴിയിലും പറയുന്നുണ്ട്. ഞാൻ പരാതിയുമായി പോകുമെന്ന് അറിയിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇല്ലാതാക്കും, അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഇല്ലാതാക്കും എന്ന് പറഞ്ഞു എന്ന അതിജീവിതയുടെ മൊഴി തന്നെയുണ്ട്. ആ മൊഴി തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രസന്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയ ആളാണ്, അയാൾക്ക് ഇപ്പോൾ ജാമ്യം കൊടുത്താൽ അയാൾ പ്രശ്നമുണ്ടാക്കും. അതുപോലെ തന്നെ നേമം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ, അതായത് ആദ്യത്തെ കേസിൽ 10 ദിവസം സ്റ്റേറ്റിന് വെളിയിൽ ഒളിവിൽ കഴിഞ്ഞ ആളാണ് പ്രതി. അപ്പോൾ ഒളിവിൽ പോകുന്ന സ്വഭാവം പ്രതിക്കുണ്ട് എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കും. അതിനൊപ്പം സൈബർ അറ്റാക്കിന് മുതിരും അതിജീവിതയ്ക്കെതിരെ എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. അത് തന്നെയാണ് ഈ അറസ്റ്റ് മെമ്മോയിൽ പറയുന്നത്. മാത്രമല്ല അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തുവിടും. അത് കഴിഞ്ഞ ആദ്യത്തെ പരാതിയിൽ അതിനുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിടുകയും അവർക്കെതിരെ സൈബർ അറ്റാക്കിന് മുതിരുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ അത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പക്ഷേ സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കേസിൽ 16 ദിവസം രാഹുൽ ഈശ്വറിനെ റിമാൻഡിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തത് അത്തരം സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു.